എല്ലാവർക്കും നമസ്കാരം. ഷ്നൈഡർ ഇലക്ട്രിക്കിൻ്റെ ഏറ്റവും പുതിയ ഓട്ടോമേഷൻ ശ്രേണിയായ വൈസർ 2.0 വൈഫൈ സ്വിച്ചസ് ആപ്ലിക്കേഷനുമായി എങ്ങനെ കണക്ട് ചെയ്യാം എന്നാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. വൈസർ 2.0 ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും, നമുക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്: ഹോം, എനർജി ആൻഡ് ഓട്ടോമേഷൻസ്. ഇതിൽ ഹോം എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ആദ്യം പോകേണ്ടത്. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഡിവൈസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഈ ഡിവൈസസിൽ ഞാനിപ്പോൾ ഇതിൽ കുറച്ചധികം സ്വിച്ചുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നെക്സ്റ്റ് അടുത്ത സ്വിച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം മുകളിലായിട്ടൊരു പ്ലസ് ഐക്കൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 21 ഡിവൈസസ് ഓൾറെഡി കണക്റ്റഡ് ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്കത് സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് ഒരു പ്ലസ് ഐക്കൺ കാണുന്നുണ്ട്. നിങ്ങൾ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യമേ കാണിക്കുന്നത്. ഹബ്ബ് ഉപയോഗിച്ചും ഹബ്ബ് ഇല്ലാതെയും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡിവൈസുകൾ വൈസറുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകൾക്കൊന്നും ഹബ്ബ് ആവശ്യമില്ല. അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഫാൻ കൺട്രോളറുകൾ വരുന്നുണ്ട്, EMD ഡിവൈസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സ്മാർട്ട് സ്വിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കാണും, സ്മാർട്ട് സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം സ്മാർട്ട് സ്വിച്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. എൻ്റർ ഡിവൈസ് നെയിം. അപ്പോൾ നിങ്ങൾ എന്താണോ അതിന് പേര് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്മാർട്ട് സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നതിൽ എന്ത് ലൈറ്റാണോ, ഫാനാണോ, AC ആണോ? അപ്പോൾ ഞാനിവിടെ സീലിങ്ങിൽ ഒരു വാം ലൈറ്റാണ് ആക്ച്വലി കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനതിൽ സീലിംഗ് വാം ലൈറ്റ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കുന്നത് ഇത് ഏത് റൂമിലാണെന്നാണ് ചോദിക്കുന്നത്. റൂം ഡീറ്റെയിൽസ് ആണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് റൂമുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അസൈൻ എക്സിസ്റ്റിംഗ് റൂമിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത റൂമുകൾ ഇവിടെ കാണാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ന്യൂ റൂം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ആ റൂമിൻ്റെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സെക്കൻഡ് കോളം നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നത് 4 തവണ സ്വിച്ചിൽ പ്രസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഫിസിക്കലി സ്വിച്ചിൽ 4 തവണ അത് ഓൺ ചെയ്ത് ഓഫ് ആക്കുകയാണ്. അതായത് ഓൺ ഓഫ് എന്നുള്ളത് 2 തവണ, അങ്ങനെ 4 തവണ ഓൺ ഓഫ് ആ രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ചിലെ ലൈറ്റ് നിങ്ങൾക്ക് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം, മിന്നി കത്തുന്നതായിട്ട് കാണാം. അത് നിങ്ങൾ ബ്ലിങ്ക് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കിയ ശേഷം ഈ കൺഫേം ദാറ്റ് LED ഈസ് ബ്ലിങ്കിങ് ഗ്രീൻ എന്നുള്ള ഇത് ടിക്ക് ചെയ്ത് സ്റ്റാർട്ട് കോൺഫിഗറേഷൻ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ സ്വിച്ച് ബ്ലൂടൂത്ത് വഴി ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ബ്ലൂടൂത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്വിച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് സ്മാർട്ട് സ്വിച്ച്, അതിൻ്റെ ID അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെയർ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പെയർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. അടുത്തതായിട്ട് എന്നോട് ചോദിക്കുന്നത് ഏത് വൈഫൈയിലാണ് ഈ സ്മാർട്ട് സ്വിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വൈഫൈ അവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ഞാനിവിടെ ഇപ്പോൾ അവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കൺഫേം എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം കണക്റ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്വിച്ച് വൈഫൈ ആയിട്ട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണക്റ്റായി ഇനി ഇത് സെർവറിലേക്ക് ലോഡ് ചെയ്യുകയാണ്. മാക്സിമം നമുക്ക് 3 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് പോലെയാണ് അത് ഉണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ കാണാം 3 മിനിറ്റ്സ് ആണ് പറയുന്നത്, പക്ഷേ എത്ര മിനിറ്റ് കൊണ്ട് അത് കണക്റ്റ് ആവുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ 100% ആയിട്ടുണ്ട്. അപ്പോൾ അത് വർക്കിംഗ് പ്രൊസീജിയറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത സ്വിച്ചുകളാണെങ്കിൽ ഇതെല്ലാം കാണുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ റൂംസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ 4 ഏരിയാസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അത് കാണിച്ചിട്ടുണ്ട്.